ബ്രസീൽ ഫുട്ബോളിലെ എൻ്റർടൈൻമെൻറ്റ് കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റൊണാൾഡീനോ എന്ന പേര് പറഞ്ഞു പോകാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ ഫുട്ബോളിലെ തന്നെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് ആരാധക ലോകത്തെ ആസ്വാദനത്തിൻ്റെ അങ്ങേതലത്തിലേക്ക് എത്തിച്ച മാന്ത്രികനിലപ്പുറം അയാൾക്ക് മറ്റൊരു വിശേഷമില്ലല്ലോ. അതിലേക്കാണ് ബ്രസീൽ ഫുട്ബോൾ മറ്റൊരു സാമ്പാ നർത്തകനെയും കൂടി പുനർജനിപ്പിക്കുന്നത്. ഡീനോയുടെ കരിയറിലെ അവസാന അധ്യായങ്ങളിലേക്ക് അയാൾ കൂടെ കടന്നു വരുന്നതോടുകൂടി ബ്രസീൽ ഫുട്ബോളിൻ്റെ ചാരുത വീണ്ടും അതിമനോഹരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകുകയായിരുന്നു. അതെ, നെയ്മർ ഡാ സിൽവ സാന്റോസ് എന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നെയ്മർ ജൂനിയർ. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ് ഇരുവരും ഒരുമിച്ചൊരു കോംബോ സൃഷ്ടിച്ചിരുന്നത്. എങ്കിൽ പോലും മോസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മണിക്കൂറുകളാണ് ആ കാൽപന്ത് ലോകത്തിന് അവർ അന്ന് സമ്മാനിച്ചിരുന്നത്. ബ്രസീൽ ആരാധകർക്ക് ആ കാലഘട്ടം ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ അളവ് പരിമിതമായിരുന്നു എന്നതിൽ മാത്രമേ അവർക്കെന്നും നിരാശയുണ്ടാക്കൂ. ഡീനോയ്ക്ക് ശേഷം പുൽമൈതാനങ്ങളിൽ ബ്രസീലിയൻ ജേഴ്സിയിൽ അവർ ഇന്നേ വരെ കാണാത്ത മാന്ത്രിക സ്വത്വത്തെ അലങ്കരിച്ച ആ യുവപ്രതിഭ പന്ത് തട്ടിക്കയറിയത് ഈ ലോകത്തിൻ്റെ ഇടനെഞ്ചിലേക്കായിരുന്നു. അവരെ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തിച്ച ആ കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായൊരു മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈയൊരു മത്സരം ലൈവായി കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും ഞാനടക്കം ഈ ഫുട്ബോൾ ലോകത്തെ ആസ്വാദകർ ഏറ്റവും കൂടുതൽ തവണ കാഴ്ചക്കാരായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് 2011 അർജന്റീനയും ബ്രസീലും തമ്മിൽ നടന്ന ആ സൂപ്പർ ക്ലാസിക്കോ പോരാട്ടം. ഒരിക്കൽ സാന്റോസും ഫ്ലെമിംഗോയും നേരിട്ട് വന്നപ്പോൾ നെയ്മറും ഡീനോയും എതിരാളികളായി മാറിയപ്പോൾ ഇരുഭാഗത്തും സൃഷ്ടിക്കപ്പെട്ട മനോഹാരിത അവർ ഒരുമിച്ചാൽ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം. ആ രണ്ട് കനേറിയൻ ഉന്മാദികളുടെ സാമ്പാ നൃത്തങ്ങൾ ഒപ്പിയെടുക്കുവാൻ കാത്തിരുന്ന ജനത. ആദ്യ പാദത്തിൽ സമനിലയിലായ മത്സരത്തിന് ശേഷം രണ്ടാം പാദത്തിനായി ബ്രസീലും അർജന്റീനയും ഒരുങ്ങുമ്പോൾ അന്ന് ആ മണിക്കൂറുകളിൽ അരങ്ങേറാൻ പോകുന്നതിനെക്കുറിച്ച് അന്ന് ഓരോ ആരാധകനും വാദോരാതെ സംസാരിച്ചിരുന്നു, അത്ഭുതപ്പെട്ട് കാത്തിരുന്നിരുന്നു. ഡീനോയുടെ പാസുകൾ അയാളെക്കാൾ 12 വയസ്സ് താഴെയുള്ള നെയ്മർ എന്ന ഭാവിയിലേക്ക് നൽകപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോംബോ വിസ്മയത്തിനായി ലോകം ത്രില്ലടിച്ച് കാത്തിരിക്കുകയായിരുന്നു. സൂപ്പർ ക്ലാസിക്കോ നിയമങ്ങൾക്ക് അനുസൃതമായ സ്കോഡ് എന്നതിലുപരി ഒരിക്കലും അർജന്റീനയുടെ ഏറ്റവും വലിയ സ്കോഡിനെ ഡോമിനേറ്റ് ചെയ്തു എന്നൊന്നുമല്ല ഈ കഥ സംസാരിച്ചത്. മറിച്ച് അന്ന് ആ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയതും സംസാരിച്ചതും ആസ്വദിച്ചതുമെല്ലാം ആ രണ്ട് സാമ്പാ നർത്തകരെക്കുറിച്ചായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ 10 മിനിറ്റിൽ ഇരു ടീമുകളിൽ നിന്നും ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ശേഷം നെയ്മർ തൻ്റെ സ്ഥിരം ഡ്രിബ്ലിംഗ് റണ്ണുമായി ഓരോ താരങ്ങളെയും വെട്ടിയൊഴിഞ്ഞ് അർജന്റീനയുടെ 6 യാർഡ് ബോക്സിലേക്ക് കുതിക്കുന്നുണ്ട്. അവസാന ഡിഫൻഡറെയും ഫേക്ക് ചെയ്ത് ക്രോസ് ചെയ്തിരുന്നുവെങ്കിലും അർജന്റീനൻ ഡിഫൻഡറുടെ ഒരിടപെടൽ. 2014 ശേഷമുള്ള നെയ്മറും അതിനു മുന്നേയുള്ള നെയ്മറിനുമിടയിലും വളരെ ആഴത്തിലുള്ള അതിർവരമ്പ് കാണുവാൻ സാധിക്കും. പ്രൈം കാലഘട്ടത്തിൽ തന്നിലുണ്ടായിരുന്ന അപാര സ്കില്ലുകളെയും വേഗതയും മാച്ച് ചെയ്ത് അവനെ തടയിടുവാൻ സാധിക്കുക അത് ഏതൊരു ഡിഫൻഡറെയും സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയായിരുന്നു. സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ പോലും അയാൾക്ക് മുന്നിൽ പാടുപെടുന്നത് നമ്മൾ സാക്ഷിയായതല്ലേ. മത്സരത്തിൻ്റെ 31-ാം മിനിറ്റിൽ ഡീനോയുടെ ഒരു ഫ്രീ കിക്ക് ശ്രമം ഇടതുഗോൾ ബാറിന് മുകളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. ശേഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ബിഗ് ചാൻസ് നെയ്മർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഇരു ടീമുകളും അന്യോന്യം നടത്തിയ ഇഫക്റ്റീവ് നീക്കങ്ങൾക്കും ചില നെയ്മർ ഡീനോ നിമിഷങ്ങൾക്കും ഒടുവിലും മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നുണ്ട്. രണ്ടാം പകുതിയുടെ 52-ാം മിനിറ്റിൽ ബ്രസീൽ ലീഡെടുക്കുന്നു. മധ്യനിരയിൽ നിന്നും തുടങ്ങുന്ന മനോഹരമായ നീക്കങ്ങളിലൂടെ അർജന്റീനയുടെ പ്രതിരോധം തകർത്ത് ബ്രസീലിൻ്റെ 7-ാം നമ്പറുകാരൻ മത്സരത്തെ മുന്നിലേക്ക് എത്തിക്കുന്നു. പിന്നീട് വന്ന നിമിഷങ്ങളിലാണ് യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും ത്രില്ലടിപ്പിച്ച ആ കോംബോ ആരംഭിക്കുന്നത്. അതിനല്പം മുൻപ് നെയ്മർ സ്റ്റെപ്പ് ഓവർ ഷോകളും കനേറിയൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തെ തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു. മധ്യനിരയിൽ ഡീനോ തൻ്റെ ടീമിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത് സ്കില്ലുകളിലൂടെയും നോ ലുക്കിംഗ് പാസുകളിലൂടെയും പന്ത് നെയ്മറിലേക്ക് എത്തിക്കുന്നു. നെയ്മർ തൻ്റെ സോളോ റണ്ണിലൂടെ അർജന്റീനൻ ഡിഫൻസിനെ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ചെന്ന് അവസാനിക്കുന്നത് 74-ാം മിനിറ്റിൽ നെയ്മറിൻ്റെ ഗോളോടെയായിരുന്നു. In goes the cross and a chance and a second goal. It's that man Neymar who has richly deserved that. ഇന്ന് പലരും ബ്രസീൽ ഫുട്ബോളിൻ്റെ ഗോൾ സെലിബ്രേഷനെ കുറിച്ച് വിമർശിക്കുന്നത് കാണാം. ഓരോ കാലഘട്ടത്തിലും ബ്രസീൽ ഫുട്ബോളിൻ്റെ ഓരോ മാച്ചിലും അത് കാണാമായിരുന്നു. ഇന്ന് വിമർശിക്കുന്നവർ ബ്രസീലിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം. അവിടെ അവരുടെ ആ സുന്ദരമായ ഗെയിമിനെ സാക്ഷിയാകാൻ സാധിച്ചാൽ, ശൈലിയെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ, ആ സാമ്പാ നർത്തകരുടെ ഗോളുകളുടെ പൂർണ്ണതയെ കാണുവാൻ സാധിച്ചാൽ, ആ സെലിബ്രേഷനും ഡാൻസും
നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അത്രയേറെ മനോഹാരിത തുളുമ്പുന്ന പാസുകളും അതിനിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന സ്കില്ലുകളും ഒടുവിൽ അവരുടെ ഗോളുകളും കണ്ടാൽ തന്നെ മനസ്സിൽ ഒരു കുളിർമ അനുഭവപ്പെടും. അത് ഇന്നത്തെ ബ്രസീൽ ഫുട്ബോളിൽ നിന്നും മാഞ്ഞു പോയെങ്കിലും ഏതൊരു നിമിഷവും എതിരാളികൾക്ക് വെല്ലുവിളിയായി ഇന്നും അത് അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് സാംബ ഫുട്ബോളിൻ്റെ ലെഗസി. അതാണ് അവർ എക്കാലത്തും ഉന്മാദികളായിരിക്കുന്നത്. രണ്ട് ഗോളുകൾക്ക് ലീഡ് ഉറപ്പിച്ച ശേഷം ഡീനോ നെയ്മർ ഷോകൾക്ക് ആ ഗാലറി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഡീനോയുടെ കോർണർ നെയ്മറിലേക്ക്, തിരിച്ച് ഡീനോയിലേക്ക്, ഡീനോയിൽ നിന്നും ഒരു ഹീൽ പാസ് നെയ്മറിലേക്ക്, നെയ്മറിൻ്റെ ലെഫ്റ്റ് ചോപ്പ് വീണ്ടും ഡീനോയിലേക്ക്. കേവലം ഒരു പരിശീലനത്തിൽ പന്ത് കെട്ടും പോലെ അവർ ആ പന്തിനെ ആസ്വദിച്ച് കൈമാറിക്കൊണ്ടേയിരുന്നു. അത് കണ്ട് ആ ഗാലറി ആനന്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു സെയിം കോർണർ സിറ്റുവേഷൻ വരുന്നു. പരിശീലക സെക്ഷനിൽ നിൽക്കുന്ന കളിക്കാരെ അന്യോന്യം കബളിപ്പിക്കും പോലെ വീണ്ടും ഡിനോ നെയ്മർ 1-1 കൈമാറിക്കൊണ്ടേയിരുന്നു. ഒരൊറ്റ മനസ്സ് പോലെ ബ്രസീൽ ഫുട്ബോളിൻ്റെ നായകൻ ഭാവിയിലോട്ട് നൽകുന്ന ആ സുന്ദര നിമിഷം വാല്യുബിൾ അല്ലായിരുന്നുവെങ്കിലും വരും നാളുകളിൽ സൃഷ്ടിക്കാൻ പോകുന്ന ചരിത്രമായി ഓരോ ആരാധകനും അതിനെ നോക്കിക്കണ്ടു. അതിൽ നിരവധി തവണ അത്തരത്തിൽ നെയ്മർ ഡീനോ നിമിഷങ്ങൾക്ക് സാക്ഷിയായ മത്സരം ഒടുവിൽ 2-0 എന്ന മാർജിനിൽ ബ്രസീൽ വിജയിക്കുന്നുണ്ട്. ഒരിക്കലും ഈ മത്സരത്തെ അർജന്റീനയെ ഡോമിനേറ്റ് ചെയ്ത കഥയായിട്ടല്ല ഭാവിയിൽ ലോകം സംസാരിച്ചത്. നെയ്മർ ഡീനോ കോമ്പിനേഷനെ കുറിച്ചാണ്. വരും ദിവസങ്ങളിൽ തങ്ങൾക്ക് വേണ്ടി അമാന്തകന്മാർ ഒരുമിച്ച് പന്ത് തട്ടുന്ന കഥകളെക്കുറിച്ചായിരുന്നു. ഈ മത്സരം കാണുന്നവരും ആ ഒരു കാര്യത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മത്സരത്തെ ആസ്വദിക്കുവാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബ്രസീൽ ഫുട്ബോൾ ടീമിൽ അധികകാലം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരുന്നു. എന്നാൽ ചില മോശം സമയങ്ങൾ ബ്രസീൽ ഫുട്ബോളിൻ്റെ ലെഗസിയെ പോലും തകർത്ത് കളയുന്നുണ്ട്. ഭാവിയിലേക്ക് പല ഇതിഹാസങ്ങളും ടീമിൽ സ്ഥിരമായി നിലനിന്നിരുന്നില്ല. തൻ്റെ പ്രൈം കാലഘട്ടത്തിലെ മാസ്മരികത പ്രകടനങ്ങളിൽപ്പെട്ട് ഒടുവിൽ നെയ്മറും പരിക്കുകൾക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2011 ശേഷം പലരും കൂട്ടഴിച്ചും പരിക്കുകൾക്ക് വഴങ്ങിയും നെയ്മർ എന്ന എൻ്റർടൈനറിലേക്ക് മാത്രം ബ്രസീൽ ഫുട്ബോളിനെ തള്ളിയിടുകയായിരുന്നു എന്നൊരു തോന്നൽ എന്നിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒട്ടനവധി ഇതിഹാസങ്ങൾക്ക് ജന്മം കൊടുത്ത ബ്രസീൽ ഒരിക്കലും അയാൾക്കൊപ്പം സ്ഥിരതയുള്ളൊരു താരത്തെ നൽകിയില്ല എന്നത് ദൗർഭാഗ്യമാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ആ ദൗർഭാഗ്യങ്ങൾക്ക് മുകളിലും നെയ്മറും ഡീനോയും ഒരുമിച്ച് കളിച്ച ഈ സുന്ദരമായ ഈ ഒരു മത്സരം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒന്നാണ്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മാച്ച് തന്നെയാണ്. To wrap up this Super Classico and win across the two legs. No one turns on the stone quite like the team in the yellow shirts. Goal here made by Bruno Cortes. Here goes the cross, and is that Neymar's goal or an own goal maybe? Let's have a look at this. Diego Sousa's cross, that I think is an own goal. Neymar's touch, and then it comes lastly off the defender.